പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് 40ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഞാൻ വളരെ ആവേശത്തിലും വളരെ ഉദ്യോഗത്തിലും പ്രതീക്ഷയിലുമാണ് ഈ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കൊതിക്കുന്ന, മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിന് കഴിയുമെന്ന് ബോധ്യമുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് മലയാളികളെ, ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വളരെ ഉദ്വേഗത്തിലും പ്രതീക്ഷയിലുമാണ് നിങ്ങളോട് പറഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഒരു പന്ത് കളി നടക്കുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പന്തിട്ടു, അങ്ങനെ മിഡില് കളിക്കുന്നവർക്ക് കിട്ടി, അവിടുന്ന് അത് ഫോർവേഡിലേക്ക് കൊടുത്തു. ആ ഫോർവേഡുകാരെ പന്തും കൊണ്ട് ഇങ്ങനെ ഗോൾ പോസ്റ്റ് തൊഴിക്കാനായിട്ട് ഇങ്ങോട്ട് പോവില്ലേ? ആ സമയത്ത് അവർക്ക് ഒരു ഉദ്വേഗവും അതുപോലെ ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടാവും, ആവേശവും. അതാണ് എനിക്ക് എന്നുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ 39 ക്ലാസ്സുകളും ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം അതെല്ലാം പഠിച്ചു കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. കാരണം മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ 10-33 കൊല്ലം മുമ്പ് ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അതായിരുന്നു എൻ്റെ വരുമാനം. അപ്പോൾ കുറെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2 വിഷയത്തിലാണ് കുട്ടികൾ ഭയങ്കര വീക്കായിട്ടുള്ളത്. അത് ഏതാ നിങ്ങൾക്ക് തന്നെ പറയാം, ഏതായിരിക്കും? ഇംഗ്ലീഷും കണക്കും. ഈ 2 വിഷയമാണ് എന്ത് മിക്ക കുട്ടികളും പുറകിലായിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കിട്ടാത്തതെന്ന് ഞാൻ അങ്ങനെ അവരെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇംഗ്ലീഷിന്റെ ആ വ്യത്യസ്തത, മലയാളത്തിനുമുള്ള വ്യത്യസ്ത സ്വഭാവം. അപ്പൊ നമ്മൾ മലയാളത്തിലൊരു വാചകത്തിലെ വാക്കുകളുടെ ക്രമം പരിശോധിച്ചാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചീട്ട് കശക്കിയിട്ട് ഇട്ട പോലെ തോന്നും. നമ്മുടെ വാക്കുകൾ, മലയാളത്തിലെ വാക്കുകൾ ഒന്ന് കൂട്ടി വെച്ചൊന്ന് കശക്കിയിട്ട് രണ്ടാമത് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എങ്ങനെ ഇരിക്കും, അവിടെ ഇവിടെയും കിടക്കില്ലേ എന്ന പോലെ തോന്നും കുട്ടികൾക്ക്. ഏത് എവിടെ വെക്കണം എന്നൊരു പിടിയില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, കുറേ മലയാള വാചകങ്ങളും കുറേ ഇംഗ്ലീഷ് വാചകവും തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്കൊരു മനസ്സിലായി, അതിനൊരു പ്രത്യേക അടുക്കും ചിട്ടിൻ്റെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്നു. അപ്പം ഞാൻ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തു, ഇംഗ്ലീഷിൽ കുറേ ഗവേഷണ പ്രബന്ധങ്ങൾ വായിച്ചു. ഇതൊക്കെ വായിച്ചപ്പോൾ നന്നായി ചിട്ടപ്പെടുത്താനായി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇംഗ്ലീഷിലാകെ 4 ടൈപ്പ് വാചകങ്ങളുള്ളൂ. ഈ 4 ടൈപ്പ് വാചകങ്ങളും എഴുതാൻ പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് എഴുതാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തിയപ്പോൾ അത് മറ്റൊരു ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ആവേശം. അപ്പോൾ അത് സാധ്യമാകാൻ പോകുമ്പോഴുള്ളൊരു ആവേശമാണ് എനിക്ക് ഉള്ളത്. കാരണം ഈ ഒരു പുതിയ പാഠ്യപദ്ധതി നമ്മൾ കണ്ടെത്തുകയായിരുന്നു. ഒരു പ്രത്യേക സിലബസ്, പ്രത്യേക മെത്തേഡ്. അത് ഞാൻ തന്നെ സ്വയം അങ്ങനെ വികസിപ്പിച്ചെടുത്തതാണ്. വ്യത്യസ്തമായി പുതിയതായിട്ട്, നമുക്കറിയാം, പുതിയതായിട്ട് അല്ലെങ്കിൽ വേറിട്ടൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലേശാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുകരിക്കുന്ന പോലെയല്ല. മലയാളികളുടെ സ്വഭാവം അനുകരിക്കലാണല്ലോ. അത് ഇത് ക്ലേശം പറയാൻ കാരണം ഒരു ചെറിയൊരു കഥ ഞാൻ വളരെ ചുരുക്കി പറയാം. നിങ്ങൾ കൊളംബസ് എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആരാ? എല്ലാവർക്കും അറിയാം. അമേരിക്ക കണ്ടുപിടിച്ച ഈ യാത്രികനാണ് ആര്? ഈ കൊളംബസ്. അപ്പൊ കൊളംബസ് ഈ അമേരിക്ക കണ്ടുപിടിച്ച് നാട്ടിൽ ചെന്നപ്പോ ഭയങ്കര സ്വീകരണമായിരുന്നു ആൾക്ക്. അതിൽ പല ആളുകളും സംഘടനകളും ഒക്കെ അവർക്ക് എന്ത് കൊടുത്തു? സ്വീകരണം കൊടുത്തു. അപ്പോൾ പ്രഭുക്കന്മാരും അത് പിന്നിലായിരുന്നില്ല, അവരും ആളെ വിളിച്ച് ഭയങ്കര സ്വീകരണം ഒരുക്കി. അപ്പോൾ ഒരിക്കൽ ഒരു സ്വീകരണത്തിൽ ആൾ ചെന്നു. ആ പ്രഭുക്കന്മാര് ഭയങ്കര ആവേശത്തിലായിരുന്നു. പക്ഷെ
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ അവരെ കൂടെ വന്ന സ്ത്രീകളെല്ലാവരും ഈ കൊളംബസിന്റെ ചുറ്റും കൂടി അവര് കൊളംബസിന്റെ ഈ വീരകഥകൾ കേൾക്കാനും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഭയങ്കര താല്പര്യം കട്ടി. മറ്റേ പ്രഭുക്കുമാരും ശ്രദ്ധിക്കില്ലേ അവര്. അപ്പൊ അവർക്ക് ഭയങ്കര അസൂയായി. അപ്പൊ ഇയാളൊന്ന് ഇടിച്ചു താഴ്ത്തണമെന്ന് അവർ വിചാരിച്ചു. അത് പറഞ്ഞു, നിങ്ങൾ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമില്ല മിസ്റ്റർ കൊളംബസ്. കാരണം ഈ കപ്പലുകളും പടക്കോപ്പും ഈ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് ഈ അമേരിക്ക കണ്ടുപിടിക്കുമായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് മുമ്പിലൊക്കെ വെച്ച് ആളൊന്ന് കൊച്ചാക്കി ആൾക്ക് പെട്ടെന്നൊന്നും ചെറിയൊരു ഷോക്കായി ആൾക്ക് എന്തൊരു പറയണ്ടെന്നുള്ളത്. അപ്പൊ ആൾക്ക് വിരന്ന് പിടിക്കുന്നുണ്ട്. ആ ടേബിളുമേ കുറെ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ആളത് കണ്ടു, തൊണ്ടോടുകൂടി പുഴുങ്ങിയതാ. അപ്പൊ ആളൊരു പറഞ്ഞു, ഞാൻ നിങ്ങളൊരു വെല്ലുവിളിക്കുന്നു. ഇതിലൊരു കോഴിമുട്ട എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ കോഴിമുട്ട തൊണ്ടോട് കൂടിയ പുഴുങ്ങിയ കോഴിമുട്ടേന് ഇത് നിങ്ങൾക്ക് കുത്തി നിർത്താൻ പറ്റുമോ എനിക്ക് ടേബിളുമേ? അപ്പോ പറ്റും. പലരും വന്ന് മുട്ട എടുത്ത് ഇങ്ങനെ കുത്തി വയ്ക്കും. പക്ഷെ അത് ഉരുണ്ട് കെടുക്കും. അവനെല്ലാവരും നോക്കി, പലരും നോക്കി, എല്ലാവരും തോറ്റും ചോദിച്ചു. ലാസ്റ്റ് എടുത്ത് ചോദിച്ചു കൊളംബസ്, ഇനി ആരെങ്കിലും ഉണ്ട്? ആരുമില്ല, എല്ലാവരും തോറ്റു. അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊളംബസ് എന്ത് ചെയ്ത് കോഴിമുട്ട എടുത്ത് അതിന്റെ ആ തടിച്ച ഭാഗത്തിൽ ഒരു കുത്തി എന്നിട്ട് അവിടെ വെച്ചപ്പോൾ അതിരുന്നു. കാരണം എന്താ വെച്ചാൽ അടിയിലത്തെ തൊണ്ട് ഒന്ന് ചതഞ്ഞു. അപ്പൊ അതവിടെ ഇരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് പറ്റുന്നു. അപ്പൊ കൊളംബസ് പറഞ്ഞേ, അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇത് കാണിച്ചു തരാൻ, നിങ്ങൾക്ക് ആരും പറ്റാണ്ടല്ലോ ഞാൻ ചെയ്തത്. അപ്പൊ ആദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയേ? ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ട്, ഞാൻ ചെയ്ത് കണ്ടിട്ട് ചെയ്യാൻ ആർക്കും പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെറുതായാൽ പോലും മുട്ട കുത്തി വയ്ക്കുന്ന പോലും ആദ്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ക്ലേശം. അങ്ങനെ വളരെ ക്ലേശപ്പെട്ട് തയ്യാറൊരു പദ്ധതി നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമല്ലേ. അപ്പൊ അതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ അവസരം കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. എന്തായാലും നല്ല ഒരു തുടക്കം നമുക്ക് ആവശ്യമാണ്. നല്ലൊരു പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംഗജദ്ദം സംവദത്വം സംഭോ മനാം സൃജാനതാം ദേവപാദം യദാ പൂർവേ സഞ്ജനനാമുപാസതേ സമാനീ വാഗുദി സമാനഹൃദയാനിവ സമാനവസ്തു മനോ യഥാ വഹാസുസഹാസതി. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്കിനി ക്ലാസ്സിലേക്ക് മടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതിന് സമയദൈർഘ്യം ആ ക്ലാസ്സിന്റെ കൂടിയ കാരണം ഈ ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഞാൻ ഈ ക്ലാസ്സിൽ പറയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നീണ്ടിട്ടുള്ള ചെയിൻ ലൈക്ക് എന്ന് പറയാം അല്ലെ, ഒരു ചങ്ങലവളം നീണ്ടിട്ടുള്ള അജക്റ്റീവിനെ കുറിച്ച് പഠിച്ചു. അത് മുമ്പിലും പിന്നിലും ഒക്കെ വിശേഷണം വെച്ചിട്ടുള്ള ഒരു അജക്റ്റീവ്. ആ അജക്റ്റീവ് അതിന്റെ ഉപയോഗം എന്താണ്? അങ്ങനെ നീളമുള്ള ഒരു അജക്റ്റീവിന്റെ ഉപയോഗം എന്താണ്? രണ്ട് ഉപയോഗം. ഇതൊരു അജക്റ്റീവ് ആണെന്ന് അറിയാം. ഏതൊരു അജക്റ്റീവിന് എന്താണോ ധർമ്മം അത് തന്നെയാണ് ഇതിനുള്ളത്. കാരണം അത് അജക്റ്റീവ് ഒന്നും മറ്റേ അജക്റ്റീവ് ഫ്രേസ് കൂട്ടാണെന്നല്ലേ ഉള്ളു. പക്ഷെ ഉപയോഗം എന്താ, അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താ? അത് രണ്ടിൻ്റെയും സെയിമാ. ഒരു അജക്റ്റീവിന്റെ നമ്മളിപ്പോ ഒരു ഇത് പഠിച്ച എന്താണത്? ഒരെണ്ണം എന്താണത്? ഒരു വാചകത്തിലെ വാക്യഭാഗമായിട്ട് ഉപയോഗിക്കുക. അതാണ് ഒരു ഉപയോഗം. അത് നമ്മളെ ഒരു ഉദാഹരണം കാണിച്ചു തന്നു. ഇനി പിന്നെന്താ ഒരു ഉപയോഗം ഉള്ളത്? അതായത് ഇതുകൊണ്ട് ഒരു
നൗണിനെ വിശേഷിപ്പിക്കുക. ഒരു നൗണിനെ വിശേഷിച്ച് എന്താ കിട്ടുക? നൗണും അതിൻ്റെ വിശേഷണങ്ങളും അടങ്ങിയ ഒരു ഗ്രൂപ്പ് കിട്ടും. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? നൗൺ ഫ്രേസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലത്തെ വിശേഷണം ഉപയോഗിച്ച് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് ഉദാഹരണം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് കാണാവുന്നതാണ് അഡ്ജക്റ്റീവ്. അതിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് വ്യക്തമായി എന്ന അഡ്വർബും മറ്റൊരു വിശേഷണമായ അഡ്വർബാണ് രാത്രിയിൽ. അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം. എന്താണത്? ഇതിൻ്റെ അറ്റ് നൈറ്റ്. അറ്റ് നൈറ്റ് കാണാല്ലേ? അറ്റ് നൈറ്റ്. പിന്നെ വ്യക്തമായി എന്നുള്ളതിന് നമുക്കറിയാം ക്ലിയർലി. കാണണ്ടല്ലോ അല്ലേ? ക്ലിയർലി. ക്ലിയർലി ക്ലിയർ അല്ലേ? ക്ലിയർലി ക്ലിയർ ആണ്. കാണാവുന്ന എന്നുള്ളതാണ്. കാണാവുന്ന എന്ന അഡ്ജക്റ്റീവിൻ്റെ എന്താണ് ഇംഗ്ലീഷ്? അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വിസിബിൾ. എന്താണ്? വിസിബിൾ. വിസിബിൾ എന്ന അഡ്ജക്റ്റീവ്. അപ്പൊ ഇങ്ങനെയാണ് രാത്രിയിൽ വ്യക്തമായി കാണാവുന്നതിൻ്റെ തർജ്ജമ എടുത്തത്. പക്ഷേ ഈ തർജ്ജമ എങ്ങനെയല്ല ഇംഗ്ലീഷിൽ വരിക? അല്ലല്ലോ. നിങ്ങൾ പഠിച്ചില്ലേ എങ്ങനെയാണ്? അഡ്ജക്റ്റീവിൻ്റെ രണ്ട് വിശേഷണങ്ങളുണ്ട്. അത് അഡ്വർബാണ് വിശേഷണം വരിക. അഡ്ജക്റ്റീവിൻ്റെ വിശേഷണം അഡ്വർബാണ് നമ്മൾ പഠിച്ചു. രണ്ട് അഡ്വർബിൾ വിശേഷണം വന്നിട്ടുണ്ട്. ഒന്ന് ഒറ്റ വാക്കാണ്, ഒന്ന് എന്താണ്? ഫ്രേഷ്യൽ അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ വരുമ്പോൾ അതായത് പ്രിപ്പോസിഷൻ ചേർത്തിട്ടുള്ള ഫ്രേഷ്യൽ. പിന്നെ ഇംഗ്ലീഷ് എന്തായിരിക്കും കറക്റ്റ് തർജ്ജമ? ട്രാൻസ്ലേഷൻ എന്തായിരിക്കും? തർജ്ജമ എന്തായിരിക്കും? എങ്ങനെയാ വരിക? വിസിബിൾ എന്നുള്ളതാണ്. എന്ത്? വിസിബിൾ എന്നുള്ളതാണ് കാണാവുന്ന അഡ്ജക്റ്റീവ് അല്ലേ? അഡ്ജക്റ്റീവ് ഇതാണ്. അതിൻ്റെ ഇത് എവിടെ വയ്ക്കും? വ്യക്തമായി ക്ലിയർലി എന്നുള്ളത് ഇപ്പുറത്ത് വരും. അറ്റ് നൈറ്റ് എന്നുള്ളത് ബാക്കിൽ വരും അല്ലേ? അറ്റ് നൈറ്റ് എന്നുള്ളത് ബാക്കിൽ വരും. അത് ക്ലിയർലി വിസിബിൾ അറ്റ് നൈറ്റ് ആണ്. എന്ത്? ഇത് കംപ്ലീറ്റ് ആണ്. എന്ത്? ഒരു അഡ്ജക്റ്റീവ് പോലെ പ്രവർത്തിക്കും. ക്ലിയർലി വിസിബിൾ അറ്റ് നൈറ്റ്, രാത്രിയിൽ വ്യക്തമായി കാണാവുന്ന എന്നുള്ളൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഫ്രേസ് ആയിട്ട് പ്രവർത്തിക്കും. ഇത് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും നിൽക്കാൻ പാടുള്ളൂ. ഒറ്റ ഫ്രേസ് എപ്പോഴും ഒറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കണം. ഒരു ഒറ്റ അഡ്ജക്റ്റീവ് പോലെ ഇത് പെരുമാറും. അതിൻ്റെ ധർമ്മം അതാണ്. ഇനി നോക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരം ഒരു വിശേഷണമാണ്. ഇതൊരു അഡ്ജക്റ്റീവത്തെ നാമാവിശേഷണം എന്നർത്ഥം. അതെന്ത് അതായത് ഫ്രേസ് ആയിട്ടുള്ള നാമാവിശേഷണം. ഇത്തരം ഒരു നാമാവിശേഷണം കൊണ്ട് ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതെവിടെ വെക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. അതായത് രാത്രിയിൽ വ്യക്തമായി കാണാവുന്ന ലോഹം എന്ന് വിചാരിക്കുക. കാണാവുന്ന ലോഹം എന്നുള്ളത് മുകളിൽ ഞാൻ എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന മലയാള വിശേഷണം കൊണ്ട് ലോഹം എന്നതിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? രാത്രിയിൽ വ്യക്തമായി കാണാവുന്ന ലോഹം എന്ന ഒരു ഇത് കിട്ടും. നൗണും വിശേഷണങ്ങളും ചേർന്നൊരു ഗ്രൂപ്പ് കിട്ടും. അതിനെ പറയാ നൗൺ ഫ്രേസ് എന്നാണ് പറയുക. അങ്ങനെ ഒരു നൗൺ ഫ്രേസ് കിട്ടും. അങ്ങനെ ഒരു നൗൺ ഫ്രേസ് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും?
ഈ ലോഹം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മെറ്റൽ. എന്താ പറയാ? ലോഹം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ എഴുതാം മെറ്റൽ. ഇൻ ഇംഗ്ലീഷ് മെറ്റൽ എന്നാണ്. മെറ്റൽ. അപ്പൊ മെറ്റൽ ലോഹം. രാത്രിയിൽ മെറ്റൽ ലോഹം. അപ്പൊ ഈ ലോഹത്തിനൊരു വിശേഷണമുണ്ട്. ഇവിടെ നോക്കി അറ്റം വരിന്റെ വിശേഷണം അല്ലേ മലയാളത്തില്. പക്ഷെ ഇംഗ്ലീഷില് അത് മുമ്പിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലീഷിൽ എവിടെ വെക്കാന്ന് അറിയത്? എവിടെയാ ഇതുവരെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വല്ല മനസ്സിലായിട്ടുണ്ടാ? എവിടെ വെക്കുക? ഇത് അങ്ങനെ എടുത്ത് എവിടെ വെച്ചാൽ മതി? ഇവിടെ വെച്ചാൽ മതി. മനസ്സിലായ? അപ്പൊ എങ്ങനെയാ വെക്കിയത്? ഇതിങ്ങനെ ഈ സാധനം എടുത്ത് ഇതിന്റെ മെറ്റലിന്റെ ബാക്കിൽ വെക്കുക. മനസ്സിലായ? അപ്പൊ മെറ്റൽ ക്ലിയർലി വിസിബിൾ at night. മെറ്റൽ ക്ലിയർലി വിസിബിൾ അറ്റ് നൈറ്റ്. മനസ്സിലായ? അപ്പൊ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കും. മെറ്റൽ ക്ലിയർലി വിസിബിൾ അറ്റ് നൈറ്റ്. കണ്ട? മെറ്റല് നൗൺ. ഇത് നൗൺ. ഇതിന്റെ വിശേഷണം ഇത് വലിയൊരു വിശേഷണം. അത് ഇങ്ങനെ വലിയ ഫ്രേസായി കാരണം ബാക്കില് വെക്കാൻ പറ്റുള്ളൂ. മെറ്റൽ ക്ലിയർലി വിസിബിൾ അറ്റ് നൈറ്റ്. അപ്പൊ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം? കണ്ട? ആദ്യം ഇവിടെ രാത്രിയിൽ വ്യക്തമായി കാണാവുന്ന മറ്റല്ലേ ഇവിടെ തുടങ്ങുക. ഇവിടെ നിന്ന് തുടങ്ങി ഇത് ഇവിടേക്ക് വന്ന് ഇത് പറഞ്ഞ് ഇത് പറയുക അല്ലേ? എങ്ങനെയാണ് പറയുക? ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രാത്രിയിൽ വ്യക്തമായി 3 കാണാവുന്ന ഇങ്ങനെയാണ് ഇപ്പൊ ഇംഗ്ലീഷ് പറയുന്നത്. കണ്ട? അപ്പൊ ആകെ അവിടെ ഇവിടെ മലയാളം നോക്കുമ്പോൾ അവിടെ ഇവിടെ കിടക്കണ പോലെ തോന്നും. പക്ഷെ ഇതിനൊരു ഓർഡർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് അടക്കമുള്ള ഈ നൗണും അതിന്റെ വിശേഷണങ്ങളും അടക്കമുള്ളതിനെ ഒരു എന്ത് പേരെ വിളിക്കുക നമ്മള്? ഒരു വലിയ NP ആണ്. ഇതൊരു NP ആണ്. നൗൺ ഫ്രേസ് ആണ്. മനസ്സിലായ? ഒറ്റ ബ്ലോക്കായിട്ട് ഉപയോഗിക്കും വാചകങ്ങളില് എന്നർത്ഥം. ഓക്കെ. ഇനി നമ്മള് കുറച്ച് ഉദാഹരണങ്ങള് നിങ്ങൾക്ക് ചെയ്യാൻ തരാം. അഭ്യാസം നിങ്ങളത് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്കത് ഉറയ്ക്കും. ഓക്കെ. ഇനി നമുക്ക് മറ്റൊന്ന് എടുക്കാനുള്ളത് ഫ്രേഷ്യൽ വെർബ് അല്ലെങ്കിൽ വെർബ് ഫ്രേസിനെ കുറിച്ചാണ്. ചില പഠിതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അവരൊന്ന് ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് എടുക്കുന്നത്. അത് തിരി എടുക്കാറുള്ളൂ. എന്താണ് ഫ്രേഷ്യൽ വെർബ്? അപ്പൊ നോക്കുക. ഗീവ് എന്നതിന്റെ അർത്ഥം കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരി അപ്പ് ചേർക്കുന്നത് ഗീവ് അപ്പ്. എന്തായിരിക്കും എൻ്റെ അർത്ഥം? കൊടുക്കുക എന്നല്ല, ഉപേക്ഷിക്കുക എന്നാണ്. അതുപോലെ ചിരിക്കുക എന്നുള്ളത് ലോഫ്. അന്നേ സമയത്ത് ലോഫ് അറ്റ് ചേർക്കുമ്പോൾ പരിഹസിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്ന് ഒരു ക്രിയ. ഇപ്പൊ ഈ 2 വാക്ക് ചേർന്നിട്ട് ഒരു ക്രിയ ഉണ്ടായിരിക്കുന്നു. ഇവിടെ 2 വാക്കുകൾ ക്രിയ ഉണ്ടായിരുന്നു. അപ്പൊ 1-2 വാക്കുകൾ അഡീഷണൽ ആയിട്ട് വെർബിനോട് ചേർന്നിട്ട് ഒരു ക്രിയ ഉണ്ടാവുമ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്ന് ഒരു ക്രിയ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്നുകൾ വാക്കുകൾ കൂടി ഒരു ക്രിയയുടെ ധർമ്മം ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വെർബ് ഫ്രേസ് അഥവാ ഫ്രേഷ്യൽ വെർബ്. മനസ്സിലായി? അത്രയുള്ളൂ പഠിക്കാൻ. ഞങ്ങൾക്കൊരു പട്ടിക നിങ്ങൾക്ക് തരാം. അത് പഠിക്കുക. അത്രയേ വേണ്ടൂ. ബൈഹാർട്ട് പഠിക്കാനും വിശദീകരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളത് അതുപോലെ ഞാൻ അഭ്യാസമായിട്ട് തരാം. നിങ്ങൾ കുറേ എണ്ണം എഴുതി വായിച്ച് പഠിക്കുക. ഓക്കെ. ഇത്രയും അതിൽ പറയാനുള്ളൂ. അതാണ് ഫ്രേഷ്യൽ വെർബ്. ഓക്കെ. ഇതുപോലെ മറ്റ് ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രിപ്പോസിഷൻ ഒരു വെർബിന്റെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങൾക്ക് നമുക്ക് വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർത്ത് പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ നിർമ്മിക്കുക, ഉദാഹരണം പറയുകയാണെങ്കിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വെർബാണെന്ന് അറിയാം. നിർമ്മിക്കുന്നതിന് വേണ്ടി എഴുതുമ്പോൾ വേണ്ടി എന്നുള്ള ഫോറിന് പ്രിപ്പോസിഷൻ ആണെന്ന് അറിയാം.
അപ്പൊ നിർമ്മിക്കുന്നതിന് വേണ്ടി എങ്ങനെ എഴുതുക? ഫോർ കൺസ്ട്രക്ട് എന്ന് എഴുതിയ പോരാ, കൺസ്ട്രക്ട് നിർമ്മിക്കുക. ഫോർ കൺസ്ട്രക്ട് എന്ന് എഴുതിയ പോരാ, അതിനെന്ത് മാറ്റം വരുത്തണം? അത് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് പ്രിപ്പോസിഷൻ എങ്ങനെ ഒരു ക്രിയയോട് കൂടി ചേർത്ത് പ്രയോഗിക്കും, അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് മലയാളത്തിൽ എന്താ ചെയ്യാം? ഇപ്പൊ നമുക്ക് നോക്കാം. നിർമ്മിക്കുക, ഇത് കൺസ്ട്രക്ട് എന്നാണ്. അപ്പൊ നമുക്ക് നിർമ്മാണത്തിന് വേണ്ടി കണ്ട നിർമ്മാണത്തിന് വേണ്ടി എന്താണ് നിർമ്മാണത്തിന് വേണ്ടി എന്ന് പറയുമ്പോ അപ്പൊ ഇത് നമുക്ക് അപ്പൊ അതുപോലെ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതിനെ നോക്കിയാ നിർമ്മാണത്തിന് വേണ്ടി. അപ്പൊ നിർമ്മിക്കുക എന്നുള്ളത് എന്താക്കി? നിർമ്മാണം പ്ലസ് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടി, അങ്ങനെയാണ് വരിക. നിർമ്മാണം നൗൺ. അപ്പൊ നൗൺ ആക്കുക, എന്നിട്ടാണ് ചേർക്കുക. അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി, ഒന്നുകിൽ നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്നാക്കുക. അപ്പോ അതിന് ഇതിന്റെ എന്ത് ചെയ്ത ഇതാണെങ്കിൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് ആക്കുക. കൺസ്ട്രക്ഷൻ. ആദ്യം ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യുക? നൗണാക്കുക. അതിന് വേണം അതിൻ്റെ മുമ്പിൽ ഫോർ ചേർക്കാൻ. ഫോർ കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് വേണ്ടി. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഒരു വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം വെർബിനെ നൗണാക്കുക, അതിന്റെ നൗൺ ഫോം എടുക്കുക, അതിന്റെ മുമ്പിൽ പ്രിപ്പോസിഷൻ ചേർക്കുക. പ്രിപ്പോസിഷൻ എപ്പോഴും മുമ്പിലല്ലേ ചേർക്കാൻ പാടുള്ളൂ, അങ്ങനെ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ING ചേർത്ത് വെർബൽ നൗൺ ആക്കുക. നിർമ്മിക്കുന്നതിന് വേണ്ടി, നിർമ്മിക്കുക എന്നുള്ള ING ചേർത്ത നൗൺ ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെർബൽ നൗൺ ആവും. കൺസ്ട്രക്റ്റിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫോർ കൺസ്ട്രക്റ്റിംഗ്. മനസ്സിലായ? ഫോർ കൺസ്ട്രക്റ്റിംഗ്. ഒന്നുകിൽ ING ചേർത്തിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ അതിന് മുമ്പിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സാധാരണ നോൺ ഫോം ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇത്, ഇങ്ങനെയാണ് ചേർക്കുക. അത് എല്ലാ പ്രിപ്പോസിഷൻ ചേർക്കാം അല്ലേ? തടയുന്നതിൽ നിന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാ? പ്രിവെന്റ്, തടയുക. തടയുന്നതിൽ നിന്ന് എങ്ങനെ പറയാ? തടയുക എന്നുള്ളതിന് പ്രിവെന്റ്. ഫ്രം പ്രിവെന്റിങ്. അപ്പോൾ അതുപോലെ വായിക്കുന്നത് കൊണ്ട്, വായിക്കുക എന്നുള്ളതിന് റീഡ്. വായിക്കുന്നത് കൊണ്ട് എങ്ങനെയാക്കുക?
വായിക്കുക എന്നുള്ളതിന് എന്താ റീഡ്, വായിക്കുന്നത് എന്നുള്ളതിന് എന്താ വരിക റീഡിങ്, വായിക്കുന്നത് കൊണ്ട് എന്നുള്ളതിന് വരിക ബൈ റീഡിങ്. അങ്ങനെയൊക്കെയാണ് ഇതാക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ വ്യത്യാസത്തിലുള്ള അഡ്ജക്റ്റീവായിട്ടോ അഡ്വർബായിട്ടോ വാചകങ്ങളിൽ ഉപയോഗിക്കാം എന്ന കാര്യവും നമ്മൾ മറക്കരുത്. ഇതുപോലെ കുറച്ച് എക്സസൈസ് നിങ്ങൾക്ക് തരാം, അത് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോഗം വ്യക്തമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഹിൻഡ് ചെയ്തെന്നുള്ളൂ. ഇത് ചില അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓർമ്മയിലേക്ക് ഇതൊന്ന് കൊണ്ടുവരാനായിട്ട് ഒരു ഹിൻഡായിട്ട് നൽകിയെന്നുള്ളൂ. നമുക്കിനി മെയിനായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മൾ വാചകം എങ്ങനെയാണ് എഴുതുക, അത് 4 ടൈപ്പ് വാചകമാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങളോട് പറഞ്ഞു. അവ എങ്ങനെയാണ് എഴുതുക, അതിൽ ആദ്യ ടൈപ്പ് എങ്ങനെ എഴുതുക എന്ന് പഠിക്കാം. അപ്പം എന്താണ് അതിൽ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വാക്യഭാഗങ്ങൾ ഏത് ക്രമത്തിൽ അടക്കണം, അതാണ് ഈ ടൈപ്പ് 1 പഠിക്കാൻ വരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് വാചകത്തിൽ എങ്ങനെയാണ് നമ്മൾ വാക്യഭാഗങ്ങൾ അടക്കേണ്ടത്. വാക്യഭാഗങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മൾ പഠിച്ചു. അതായത് നൗൺ ഫ്രേസ് ആയിട്ടുള്ള നൗൺ ഫ്രേസ് ആയിട്ടുള്ള വാക്യങ്ങളാണ് ഒരു ഭാഗം. പിന്നെ വെർബ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ട് വരുന്നതാണ് അടുത്തൊരു ഭാഗം. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി വരുന്ന ഒരു ഭാഗം, അഡ്വർബ് ഫ്രേസ് ആയി ഒരു ഭാഗം. അങ്ങനെ 4 വാക്യഭാഗങ്ങളുള്ളത്. അതിൻ്റെ അറേഞ്ച്മെന്റ് മലയാളത്തിലെ അറേഞ്ച്മെന്റ് ഒരു വിഷയമേ അല്ല, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അറേഞ്ച്മെന്റിനാണ് പ്രധാനം. അറേഞ്ച്മെന്റ് തെറ്റി കഴിഞ്ഞാൽ വാചകത്തിന്റെ അർത്ഥം മുഴുവൻ മാറും. മലയാളത്തിൽ വളരെ അപൂർവമായിട്ടൊക്കെ മാറും, വളരെ റയറായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതാം, അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ ഈ അപൂർവമായിട്ട് തെറ്റ് വരും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ. നമുക്ക് അത് മലയാളത്തിൽ വാക്യഭാഗങ്ങൾ തെറ്റി കഴിഞ്ഞാൽ അപൂർവമായിട്ട് അർത്ഥവ്യത്യാസം വരും. അതിൻ്റെ ഉദാഹരണമാണ് ബോർഡിൽ എഴുതിയത്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലി. ഇത് തെറ്റുണ്ടോ? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലി. ഞാൻ അത് മറക്കാത്തൊരു വാചകം. കാരണം എന്താ വെച്ചാൽ ആദ്യമായി എഴുതിയ PSC പരീക്ഷയ്ക്ക് തെറ്റിദ്ധരുത്താൻ പറഞ്ഞു വന്ന ഒരു മലയാള വാക്യമാണത്. ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളത്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലി. ഇത് വായിച്ച ശേഷം നിങ്ങൾക്ക് അധ്യാപനം ഒന്നും കൊടുക്കാൻ തോന്നില്ലേ? എന്താ കാരണം? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലി. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലേണ്ട കാര്യം എന്താ? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ തല്ലേണ്ട കാര്യം എന്താ? ഇല്ല. അപ്പൊ എന്താ കാരണം? അധ്യാപകൻ തെറ്റ് ചെയ്തിട്ടല്ല, ആദ്യം എഴുതി തെറ്റ് വന്നതാ. എന്താ അതെങ്ങനെ തിരുത്തുക? 2 തിരുത്താം. അധ്യാപകൻ കുട്ടിയെ പഠിക്കാത്തതിന് തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല നമുക്ക്. അല്ലെങ്കിൽ പഠിക്കാത്തതിന് അധ്യാപകൻ തല്ലി എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോ ഇതില് ഈ വാക്യഭാഗം ഇതില് വാക്യഭാഗങ്ങള് ഈ വാക്യഭാഗം ഇതിൽ 4 വാക്യഭാഗം ഉള്ളത്. 1, 2, 3, 4. ഈ വാക്യഭാഗം മിസ്പ്ലേസ്ഡ് ആയി. അത് ഇപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ തല്ലി. ശരിയായില്ലേ? അപ്പൊ ഇങ്ങനെയും മലയാളത്തിൽ ചിലപ്പോ ഒക്കെ വരും. പക്ഷെ ഇംഗ്ലീഷിൽ അതുപോലെ ഓർഡറിനും ഗംഭീര പ്രശ്നമാണ്. തെറ്റി കഴിഞ്ഞ വാചകത്തിന് അർത്ഥാകം മാറും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഓർഡർ ഏതാണ്, അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതില് ആദ്യം ഒരു നൗൺ ഫ്രേസ് വരും. ടൈപ്പ് 1 ഒരു NP വരും, പിന്നെ വെർബ് വരും, പിന്നെ അഡ്ജക്റ്റീവ്സ് അഡ്വർബിയൽസ് എന്ന് പറയും. അഡ്വർബുകൾ വരും. അഡ്വർബിയൽ ഇതാണ് ഇതിന്റെ ഓർഡർ. ആദ്യ സെന്റൻസ് അഡ്ജക്റ്റീവ് എന്താണ്? നൗൺ ഫ്രേസ് വെർബ് അഡ്വർബിയൽസ്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ടൈപ്പ് സെന്റൻസ്. ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ഈ ടൈപ്പിൽ വരുന്ന എല്ലാ സെന്റൻസും ഈ ക്രമം പാലിച്ച് എഴുതിയാൽ അതിന്റെ അർത്ഥത്തിന് തെറ്റ് വരില്ല. ഫസ്റ്റ് വരുന്ന NP എന്നുള്ളത് സബ്ജക്റ്റ് ആയിരിക്കും.
എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അപ്പൊ എസ് എന്ന് കൊടുത്ത സബ്ജക്റ്റാന്ന് മനസ്സിലാക്കണം. ഇത് വെർബ് നമുക്കറിയാം. രണ്ട് അഡ്വർബിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർബുകളെ ഒരുമിച്ച് പറയുന്നതാണ് അഡ്വർബിയൽസ് എന്ന്. അഡ്വർബുകൾ എന്നർത്ഥം. അഡ്വർബുകൾ എല്ലാം ചേർത്ത് പറഞ്ഞ അഡ്വർബിയൽസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റ് ആയിട്ടുള്ള നൗൺ ഫ്രേസ് എഴുതുക. നൗൺ ഫ്രേസ് നൗൺ ആവാം, നൗണിന് തുല്യമായ വാക്കുകൾ ഗ്രൂപ്പ് ആവും. എന്തായാലും ആ ഗ്രൂപ്പ് ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് വെർബ് എഴുതുക. അതിനുശേഷം അഡ്വർബിയൽസ് എഴുതുക. അഡ്വർബിയൽസ് എന്ന് വെച്ചാൽ അത് ഒന്നുമില്ലാതിരിക്കാം. 0 തൊട്ട് എത്ര എണ്ണം വരാം, ഇത് ഒന്നുമില്ലാതിരിക്കാം. 0 തൊട്ട് ഏതെണ്ണവും ആവാം. ഒരെണ്ണോ അത് ഒന്നുമില്ല, 0 ഒന്നും അഡ്വർബിയൽസ് വേണമെന്നില്ല. അല്ലെങ്കിൽ ഒരു അഡ്വർബ് വരാം, 2 അഡ്വർബ് വരാം, 3 അഡ്വർബ് വരാം. എത്ര എണ്ണം വേണമെങ്കിൽ ആവാം അഡ്വർബ്. മിനിമം എത്ര എണ്ണം വേണം ഈ വാചകത്തിന്? ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അഡ്വർബ് എണ്ണം. പക്ഷെ ഇത് ഒരെണ്ണം വേണം. ഇത് ഒരെണ്ണം. ഇത് രണ്ടും വെർബ് ഒരെണ്ണം, അതുപോലെ സബ്ജക്റ്റ് ആയിട്ട് ഒരു NP, ഇതിൽ വെർബായിട്ട് ഒരു വെർബ്, പിന്നെ അഡ്വർബിയൽസ് 0 ഒന്നുമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം വരാം. അപ്പോൾ ഇതിലെ അഡ്വർബിയൽസിന് ഒന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരെണ്ണം വരാം, എത്ര എണ്ണം വരാം. അപ്പോൾ പക്ഷെ ഇത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഈ NPയും Vയും ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ചെറിയ സെന്റൻസിന് NPയും Vയും ചേർന്നാണ്. NPയും Vയും ചേർന്നാണ്. നമുക്ക് ഓരോന്നായിട്ട് അത് എഴുതി പഠിക്കാം. അത് എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. നിങ്ങളോട് ഞാൻ കാപ്പിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കാപ്പിയിൽ നമുക്കറിയാം എന്ത് ചെയ്യാൻ പറ്റും. കാപ്പിപ്പൊടിയും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ കാപ്പി വയ്ക്കാം. ഏറ്റവും അതിൽ കുറഞ്ഞ കാപ്പിയാവില്ലേ? അപ്പോൾ കാപ്പിപ്പൊടിയും വെള്ളം പഞ്ചസാര ഇട്ട കട്ടൻ കാപ്പിയാവാം. അതും അതിൽ പാൽ വെച്ചാൽ പാല് കാപ്പിയാവും അല്ലേ? അങ്ങനെ നമുക്ക് ഐറ്റംസ് കൂട്ടി ആ കാപ്പി ഇങ്ങനെ കൂട്ടി. പക്ഷെ മിനിമം ഒരു കാപ്പി ആവണമെങ്കിൽ എന്ത് വേണം? പാലും വെള്ളവും വേണം. അത് 2 ഐറ്റം വേണം. എന്ന പോലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു നോൺ ഫ്രേസും വെർബും, ഈ രണ്ടും നിർബന്ധം. ഇത് രണ്ടും നിർബന്ധമാണ്. 1ഉം 2ഉം കേട്ടോ, ഇവ രണ്ടും. അപ്പോൾ ഇതിന് 1, 2, 3 പാർട്സാണ് ഉണ്ടായിരിക്കുക. NPയുടെ ഒരു പാർട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു നൗൺ ഫ്രേസിന്റെ ഭാഗം. അപ്പോൾ നൗൺ ഫ്രേസ് ആദ്യം വരിക, ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു നൗൺ ഫ്രേസ് വരും, അല്ലെങ്കിൽ അതിൽ നൗൺ ഫ്രേസ് വെച്ചാൽ നൗൺ ആവാം. പിന്നെ അടുത്ത വെർബ് വരും, പിന്നെ അഡ്വർബുകൾ ഇല്ലേ. അതിൽ ഏറ്റവും ചെറുത് ഏതാ വരിക? ഇത് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഒന്നും വരാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവന് അത് എഴുതുക. ഇതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഏറ്റവും ചെറിയ സെന്റൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ കിട്ടിയ വാചകം ആദ്യം എഴുതുക, അല്ലെ മലയാളത്തിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവൃത്തി ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്താ സംഭവം, എന്താ ക്രിയ എന്ന് ചോദിക്കുക. അപ്പോൾ അത് എഴുതുക, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പോൾ അതിന് 2 എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ആരാ ചെയ്തെന്ന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരമുള്ള ഭാഗം 2 എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റു ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്തു എന്നുള്ള ചോദിച്ചൊക്കെ ഉത്തരം ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിൽ ഏറ്റവും ചെറിയ വാചകങ്ങൾ നമുക്ക് എഴുതിയിട്ട് തുടങ്ങാം. ഇപ്പൊ നമുക്ക് കുട്ടി കരഞ്ഞു. ഇതാണ് ഏറ്റവും ചെറിയ വാചകം ഈ ടൈപ്പിൽ പറഞ്ഞാല്. അതില് നോക്കുക വെച്ചാല് എന്താ ഉള്ളത്? കരഞ്ഞു. എന്താ നിങ്ങൾക്കറിയാം? ക്രൈഡ്, കരഞ്ഞു. അപ്പൊ ഇത് നമ്മൾ എന്താ സംഭവം, എന്താ ക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കരഞ്ഞു. 1, 2 എന്ന് ഇടുക. ഇനി എന്ത് ചെയ്യുക? ആരാ കരഞ്ഞ്? അത് ചോദിക്കുക. പ്രവൃത്തി ചെയ്ത ആരാ? കുട്ടി.
അപ്പോൾ അത് 1. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ആദ്യം 1, 2 എന്നുള്ളതാണ്. അതായത് ഇത് ഒരു NP, ഫസ്റ്റ് NP, പിന്നെ വെർബ്. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഏറ്റവും ചെറിയ വാചകമാകുമ്പോൾ സബ്ജക്റ്റ് ആദ്യം എഴുതുക, സബ്ജക്റ്റ് ആയിട്ടുള്ള നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആദ്യം എഴുതുക, പിന്നെ വെർബ് ഇത്രയായി. ഇത് എഴുതാൻ സുഖമാണ്. മലയാളത്തിൽ അതേ ഓർഡർ തന്നെയാണ് വരിക. ഇത് കുറേ എണ്ണം എഴുതുക. പട്ടി കുറച്ചു എന്തായിരിക്കും വരിക? പട്ടി കുറച്ചു. എങ്ങനെ എഴുതുക? പട്ടി കുരച്ചു. പട്ടി കുറച്ചു. പ്രവൃത്തിൻ്റെ കുറച്ചു. അപ്പോൾ അത് രണ്ടാമത് വരണം. ഇംഗ്ലീഷിൽ പിന്നെ ഏതാ വരിക? പട്ടി. ആരെ കുറിച്ച്? ആ ചോദ്യത്തിൽ വന്നപ്പോൾ പട്ടി. അപ്പോൾ അത് 1. അതാണ് ഫസ്റ്റ് NP അല്ലേ? സബ്ജക്റ്റ് ഇതാണ്. NP സബ്ജക്റ്റ് കിട്ടി. ഇത് വെർബ്. ഇതിൻ്റെ ഓർഡർ എന്താ? ഈ സബ്ജക്റ്റ് വെർബ് 1, 2 അല്ലേ? ആ ഓർഡറാണ്. അപ്പോൾ ഈ ഓർഡർ പാലിച്ച് ഇത് കുറച്ച്. അപ്പോൾ ഇത്തരം വാചകങ്ങൾ കുറച്ച് എഴുതി പഠിക്കുക. അങ്ങനെ നമുക്ക് ചെറിയ വാചകങ്ങൾ കൂടി 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 വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കുറച്ച് വാചകങ്ങൾ നിങ്ങൾ കുറേ എഴുതി പഠിക്കുക. അപ്പോൾ അത് ഉറച്ചുറച്ച് നമുക്ക് ക്രമേണ വലിയ വാചകങ്ങളിലേക്ക് നമുക്ക് നീണ്ട വാചകങ്ങൾ എഴുതി പഠിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.